ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് കേട്ടോ. കാരണം നമ്മളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1K സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് 1K കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് എടുത്തിട്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഇതുപോലെ എത്തിപ്പെടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മക്കളിങ്ങനെ ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്നത് മാത്രം അതിനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1.5 കിലോൻ്റെ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് 1.5 kg കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് നിറയെ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലില്ലായിരുന്നു, ഡാർക്കായിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുട്ടയുടെ ഈ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എഗ്ഗിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേക്ക്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1.5 കപ്പ് പൊടിച്ച ഐസിങ് ഷുഗറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1.25 കപ്പോളം ഷുഗർ എടുക്കുക. എന്നിട്ട് അത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പോളം ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്രയാണോ ഫ്ലോർ എടുക്കണത് അതേ അളവ് തന്നെയാണ് നമ്മൾ ഷുഗർ എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രീം രൂപത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആകുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫസ്റ്റിലിട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓവർ മിക്സിങ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓവർ മിക്സിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ മിൽക്ക് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് വിനാഗറാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വിനാഗറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1.5 kg ഞാൻ സ്ക്വയർ മോൾഡിലുള്ള കേക്ക് മോൾഡിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇത് ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓവന് ഓരോ ടൈം ആയിക്കാരം. അപ്പോൾ ആ ടൈം അനുസരിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ.
ഇപ്പോൾ നമ്മളെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂട് പോയതിനൊക്കെ ശേഷം ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടൊന്ന് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നില്ലാതെ ഒന്നും കൂടി പൊങ്ങി വരാൻ നല്ലത് വിനാഗർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിൾ എടുത്തതിന് മുകളിൽ കുറച്ച് ഞാൻ ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ചീസ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വെറും വിപ്പിംഗ് ക്രീമിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ബ്ലൂബെറിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കേക്ക് കഴിക്കാൻ. ഇങ്ങനെ ബ്ലൂബെറിൻ്റെ ക്രഷൊക്കെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ ക്രഷോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ ഇതൊന്നും തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ക്രീം വെച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ ക്രീം ഒന്ന് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലൂബെറിൻ്റെ ക്രഷ് വെച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ക്രീമാക്കി കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇതൊരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. എന്നിട്ടൊന്ന് ക്രീം സെറ്റായതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകൾ ഭാഗങ്ങളിലൂടെ നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നല്ല കട്ടിക്ക് തന്നെ ക്രീം എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ക്രീമാക്കി കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗണാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗണാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഗണാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രിപ്പായിട്ട് ഒന്നായിട്ട് ഒലിച്ചിറങ്ങി പോവുകയില്ല കേട്ടോ. ഒന്ന് സെറ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗണേശ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് അച്ചൂസ് വേൾഡ് എന്നും കൂടി ഒന്ന് വിപ്പിംഗ് ക്രീമിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കേക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ അച്ചൂസ് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ കേക്ക്. അവന് കേക്കൊക്കെ കട്ട് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ ഉമ്മ എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതുപോലെ ഞാൻ കേക്ക് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കും ഇതുപോലെ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ 1K ആയപ്പോൾ അത് കാണാൻ എൻ്റെ ഉമ്മ അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ എന്നാലും ഞാനത് എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കതിൽ. കാരണം എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു എന്നോട് നിനക്ക് അതുപോലെ ആകാൻ കഴിയും, എന്നമാതിരി എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് കേക്ക് കൊടുക്കാൻ കഴിയും എന്നൊക്കെ എന്നോട് പറഞ്ഞ് എൻ്റെ അമ്മയാണ് എന്നെ ഇതിലൊക്കെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് അൽഹംദുലില്ലാ പഠിച്ചവനോട് സ്തുതിക്കണേ. കാരണം അമ്മ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് കാണാൻ അമ്മ ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.